ഇന്ന് കന്യാസ്ത്രീകളോട് കാണിക്കുന്ന സ്നേഹപ്രകടനം 2004 കാഞ്ചി കാമകോടി മഠാധിപതി ശ്രീമദ് ജഗദ്ഗുരു ശങ്കരാചാര്യ ശ്രീ ജയേന്ദ്ര സരസ്വതി തിരുവടികളോട് ആരും തന്നെ കാണിക്കുക ഉണ്ടായില്ല. ഇതിപ്പോൾ ഇവിടെ ഓർമ്മിപ്പിക്കാൻ കാരണം, അന്ന് പാർലമെൻറ്റിനകത്തോ പുറത്തോ ഇതാരും ചോദ്യം ചെയ്തില്ല, ബഹളം വെച്ചില്ല. ലോകസഭയിലോ രാജ്യസഭയിലോ എങ്ങും ചർച്ചയ്ക്കെടുക്കാനും പറഞ്ഞില്ല. ഇന്ന് ചണ്ഡീഗഡിലേക്ക് വണ്ടി കയറി പോയ പോലെ ആരും തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറി പോയില്ല. ഇന്ന് കേരളത്തിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കന്യാസ്ത്രീകളുടെ മോചനത്തിനു വേണ്ടി പ്രതിഷേധ പ്രകടനങ്ങൾ, റാലികൾ ഒക്കെ സംഘടിപ്പിക്കുന്നത്. അന്ന് ആ സ്വാമിക്ക് വേണ്ടി ഇതൊന്നും ഉണ്ടായില്ല. ഇന്ന് ഈ നിലവിളി കൂട്ടിയവർ ഓർക്കണം അന്ന് സ്വാമിയോട് ചെയ്ത ക്രൂരത എന്തെന്ന്. അത് ഒരിക്കലും ആരും കാലവും മറക്കുകയും പൊറുക്കുകയും ഇല്ല. അത്രമാത്രമാണ് വന്ധ്യവയോധികനായ ആ സാധുവിനോട് ചെയ്തത്. 2004 സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത ജിതേന്ദ്ര സരസ്വതി സ്വാമികളെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. പച്ചക്കറി മാത്രം ഭക്ഷിക്കുന്ന അർദ്ധപട്ടിണിക്കാരനായ ഈ സാധു സന്യാസി തൻ്റെ കീഴിലുള്ള ക്ഷേത്രത്തിലെ മാനേജരെ വെട്ടിക്കൊലപ്പെടുത്തി എന്ന വ്യാജ കൊലപാതക കുറ്റം ചുമത്തി ഹിന്ദുക്കൾ അറിവിൻ്റെ പ്രതീകമായി വളരെ പവിത്രമായി ആചരിക്കുന്ന ദീപാവലി നാളിൽ തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നും അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സ്വാമിയെ വിളിച്ചു ഉണർത്തി അറസ്റ്റ് ചെയ്തു. കാര്യമെന്തെന്നറിയാതെ വെപ്രാളപ്പെട്ട സ്വാമിയെ വലിച്ചഴച്ച് വണ്ടിയിലിട്ട് കൊണ്ടുപോയി ജയിലിൽ അടച്ചു. മാസങ്ങളോളം മൃഗീയമായി പീഡിപ്പിച്ചു. തമിഴ്നാട് പോലീസുകാരൻ്റെ ലാത്തി കൊണ്ടുള്ള ഓരോ അടി കിട്ടുമ്പോഴും നാരായണ നാരായണ എന്ന് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ആ സാധു ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ ആരെയും കൊന്നിട്ടില്ല, നിങ്ങൾ വിശ്വസിക്കൂ വിശ്വസിക്കൂ എന്ന്. ആ വാക്കുകൾ ആരും കേട്ടില്ല. എന്തോ ഒരു പ്രതികാര ബുദ്ധിയോടെ അവർ സ്വാമികളെ വീണ്ടും വീണ്ടും ഇതുപോലെ ഉപദ്രവിച്ചു. 2013 വിചാരണ കോടതി തമിഴ്നാട് പോലീസിനെ നിശിതമായി വിമർശിച്ച് തെറ്റു ചെയ്യാത്ത സ്വാമിയെ കുറ്റവിമുക്തനാക്കി. അതുമാത്രമല്ല, കുറ്റം ആരോപിച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുവാനും കോടതി ഉത്തരവിട്ടു. ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ച ദുഃഖഭാരവും പേറി 2018 സ്വാമികൾ വിഷ്ണുപാദം പൂകി. ആ ക്രൂരതയുടെ വേദനയും നൊമ്പരവും ശാപവും അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയും അനുഭവിച്ചു. അതിന് ഉത്തരവിട്ട സോണിയാഗാന്ധിയും അനുഭവിച്ചു. ഇത് ചരിത്രമാണ്. ഇന്ന് ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി കൊടിയും പിടിച്ചു നടക്കുന്നത് വോട്ടിൻ്റെ പിച്ചച്ചട്ടിയും കൊണ്ടാണെന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്ന് നോക്കിക്കേ, ഏതൊക്കെ പാർട്ടികളാണ് അവർക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഊണും ഉറക്കവുമില്ലാതെ ഇപ്പോൾ നടക്കുന്നതെന്ന്. അന്ന് സ്വാമിജിയുടെ കാര്യത്തിന് ഇവരെ ആരെയും കണ്ടില്ലല്ലോ. വത്തിക്കാനിൽ പോപ്പ് എങ്ങനെയാണോ അതേപോലെയാണ് കാഞ്ചി കാമകോടി മഠാധിപതിയുടെ ഭാരതത്തിലെ സ്ഥാനം. ആ പൂജനീയ പരമാചാര്യനെയാണ് ഇത്തരുണത്തിൽ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചത്. ഒന്ന് നോക്കൂ, ഛത്തീസ്ഗഡിൽ 90 അംഗ മന്ത്രിസഭയിൽ 35 MLA-മാർ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട്. അവർ എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്നില്ല? നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കേരളത്തിൽ എല്ലാ പാർട്ടികളും ഇവർക്ക് വേണ്ടി കൊടിയും പിടിച്ച് ഇറങ്ങിയിരിക്കുകയുമാണ്. ഈ കന്യാസ്ത്രീകൾക്കെന്താ കൊമ്പുണ്ടോ? ഇവർ ഭരണഘടനയ്ക്ക് മുകളിലാണോ? സ്വാമിജിയുടെ കേസ് നടന്ന പോലെ കോടതിയിൽ വിചാരണ നടക്കട്ടെ, അവിടെ നിരപരാധിത്വം തെളിയിക്കട്ടെ, എന്നിട്ട് കുറ്റാരോപണ വിമുക്തരായി പുറത്തു വരട്ടെ. അതല്ലേ ഈ മതേതര ജനാധിപത്യ രാജ്യത്ത് വേണ്ടത്? ഏതു മതം എപ്പോൾ സ്വീകരിക്കണം സ്വീകരിക്കാതിരിക്കണം എന്ന് മനുഷ്യന് വിവേകം വയ്ക്കുമ്പോൾ അവർ ചിന്തിക്കും. അന്നേരം മുന്നോട്ട് വരും. അങ്ങനെ സ്വമേധയാ അവർ വരുമ്പോൾ പിടിച്ചു ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യുന്നതല്ലേ ബുദ്ധി. അല്ലാതെ ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ കഷ്ടതയും
ദുരിതങ്ങളും ദാരിദ്ര്യവും ഒക്കെ മുതലെടുത്തുകൊണ്ട് ആപത്തിൽ അവരെ സഹായിക്കുക എന്ന വ്യാജേന അവരുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള മതം മാറ്റം ശരിയാണോ? ഇതല്ലേ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ നടന്നത്, ഇപ്പോഴും നടക്കുന്നത്? പറഞ്ഞും പ്രലോഭിപ്പിച്ചും പീഡിപ്പിച്ചുമുള്ള മതം മാറ്റം അനുവദനീയം അല്ലല്ലോ. അത് ആരു ചെയ്താലും തെറ്റല്ലാതെ ആകുമോ? അതിനെ ദയ, ആതുര സേവനം എന്ന് പറയാൻ പറ്റുമോ? ഭാരത ജനതയെ വളരെയധികം സ്വാതന്ത്ര്യമുള്ള അവൻ്റെ സംസ്കാരത്തിൽ നിന്ന് അടർത്തി മാറ്റി അടിമകളാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് ചരിത്രം പഠിച്ചാൽ അറിയാവുന്ന കാര്യം തന്നെ ആണല്ലോ. കച്ചവട കാര്യത്തിനും വിനോദസഞ്ചാരത്തിനുമായി വന്നവർ ഇവിടുത്തെ വീട്ടുകാരാവുകയും ഇവിടെയുള്ള ഭാരതീയ വീട്ടുകാർ വഴിയാധാരമാവുകയും ചെയ്ത കഥ നമുക്ക് അറിയാം. അവർ ഈ കച്ചവടത്തിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ വന്നത് പക്ക മതം പ്രചരിപ്പിക്കാനുള്ള കാര്യമായിരുന്നു എന്ന് അനുഭവത്തിലൂടെ പഠിച്ചവരാണ് ഇവിടുത്തെ ഭാരതീയർ. ഇന്നീ തട്ടിപ്പ് പറഞ്ഞ് ആരെയും പറ്റിക്കാൻ പറ്റില്ലല്ലോ. കാലം മാറിയില്ലേ? യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വൈദേശിക സെമിറ്റിക് മതങ്ങളുടെ ഉദ്ദേശം ഏതു രാജ്യത്തു ചെന്നാലും അവിടെയുള്ളവരെ മതം മാറ്റി ആളെ കൂട്ടി അധികാരം പിടിക്കുക എന്നുള്ളതാണ്. ഭൂമിയിലായാലും അവരുടെ ഇല്ലാത്ത പരലോകത്തിലായാലും സുഖം സ്വർഗീയ സുഖം, അതിൽ അപ്പുറം മറ്റൊന്നുമില്ല. ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിച്ച ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഇത്രമാത്രമുള്ളപ്പോൾ മറ്റുള്ളവരോട് നിങ്ങളുടെ മതമൊന്നും ശരിയല്ല, നിങ്ങൾക്കുള്ള ദൈവങ്ങളൊക്കെയും പിശാചുക്കളാണ്, ഞങ്ങളുടെ മതമാണ് യഥാർത്ഥ മതം, അതിലേക്ക് വന്നാൽ സ്വർഗം തരാം എന്ന വിഡ്ഢി വർത്തമാനം പറഞ്ഞ് ആരെയും പറ്റിക്കാൻ ഇന്ന് പറ്റില്ല. സ്വർഗം തരാമെന്ന് പറയുന്നവരാരും സ്വർഗത്തിൽ പോകുന്നില്ലെന്നും അങ്ങനെയൊരു സ്വർഗമില്ലെന്നും ഇന്ന് ലോക ജനത തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു. മനുഷ്യരെ പറ്റിക്കുന്ന ഈ മതങ്ങളുടെയൊക്കെ അധപ്പതനം പടിപടിയായുള്ളത് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുക ആണ്. പിന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. തന്നിലും ഈ ലോകത്തു മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ അറിയുവാൻ ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറേണ്ട കാര്യമുണ്ടോ? ഭാരതീയമായ അറിവ് എവിടെ മതം അവസാനിക്കുന്നു അവിടെയാണ് ആധ്യാത്മികത ആരംഭിക്കുന്നത് എന്നാണ്. ഏതു മതമായാലും അത് വെറുമൊരു ജീവിത രീതി മാത്രമാണ്. മതത്തിന് അപ്പുറമാണ് ആധ്യാത്മികത, സ്പിരിച്വാലിറ്റി. അത് കെട്ടുപാടുകളിൽ നിന്ന് വിട്ടുള്ള സ്വാതന്ത്ര്യമാണ്, ഫ്രീഡം. അങ്ങനെയൊന്ന് അനുഭവിച്ചിട്ടുള്ള ഒരാൾ ഒരു മതവും യഥാർത്ഥത്തിൽ പറയില്ല. നിങ്ങൾ അതിൽ വിശ്വസിക്കൂ, ഇതിൽ വിശ്വസിക്കൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്ന് ഒരിക്കലും പറയില്ല. അതാണ് യഥാർത്ഥ ഈശ്വരികത, ഈശ്വരൻ. അതിനെ അറിയാൻ, അനുഭവിക്കാൻ ഏതെങ്കിലും ഒരു ജന്മത്ത് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സദ്ഗുരുഭ്യോ നമഃ. ഹരി ഓം.